ഹായ് നമസ്കാരം എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ വർഷം ഇതുവരെയായിട്ട് നിങ്ങൾ PSC പരീക്ഷയ്ക്കൊന്നും അപേക്ഷിച്ചിട്ടില്ല. അപ്പൊ ഈ വർഷം ഇനി ഏതൊക്കെ പരീക്ഷകൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും, ഇനി ഏതെല്ലാം പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലെ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും 7th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും +2 ലെവൽ ആൻഡ് ഡിഗ്രി ഇങ്ങനെ 3 ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ജനറൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് 2026 PSC റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും, അതായത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പുതിയ PSCയുടെ കാറ്റഗറി വയസ്സ് ഇളവ് അനുസരിച്ച് ജനറൽ കാറ്റഗറിക്കും OBCക്ക് 43ഉം 45 SC STക്കും. അപ്പൊ ഈ ഒരു വയസ്സ് ഇളവ് പ്രകാരം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട 2 പോസ്റ്റുകളാണ് ആദ്യമേ ഞാൻ പറയുന്നത്. ഒന്നാമത്തത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്, LDC ആണ്. അതായത് ഈ വരുന്ന ഡിസംബർ 2026 വരാൻ പോകുന്ന 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്നത്. നമുക്ക് വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും നമുക്ക് ഇതിനുള്ള പരീക്ഷ നടത്തുന്നത്. മാത്രമല്ല ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ് ആണ് കേട്ടോ. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സാലറി സ്കെയില് ഇതാണ് നമ്മുടെ പുതിയ പേ സ്കെയിലൊക്കെ അനുസരിച്ച് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നത് ലോവർ ഗ്രേഡ് സെർവൻസ് ആണ്, LGS. ഇത് വേരിയസ് ആണ് കേട്ടോ. നമുക്ക് കമ്പനി ബോർഡ് LGS ഉണ്ടായിരുന്നു, അതിന് നമുക്ക് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നുണ്ട്. വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 7ാം ക്ലാസ് നിലവാരമുള്ള പരീക്ഷയാണ്. അതായത് നിങ്ങൾക്ക് മിനിമം 7ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇതിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഈ വർഷം നമുക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷം എന്താണ് നമുക്ക് പരീക്ഷ നടത്താൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഏകദേശം ഇൻ ഹാൻഡ് ഈ ഒരു സാലറിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത് നമുക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, മെയിൻ ആയിട്ടും 10th +2 ലെവലിലാണ് നമുക്ക് വരാറുള്ളത്. ഓക്കെ, അപ്പോ ലാബ് അസിസ്റ്റന്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ജോലി തന്നെയാണ്. നമുക്ക് BEdകാർക്കൊക്കെ ലാബ് അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് കയറുകയാണെങ്കിൽ HSA ഒക്കെ നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതി മുകളിലോട്ട് കയറാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ലാബ് അസിസ്റ്റന്റ് നമുക്ക് +2 നിലവാരമുള്ള ഒരു എക്സാം ആണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 10th +2 നിലവിൽ അങ്ങനെയാണ് നമുക്ക് ലാബ് അസിസ്റ്റന്റ് എക്സാംസ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഡിഗ്രി ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ, നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിലാണ്. നല്ലൊരു പോസ്റ്റ് തന്നെയാണ്, ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷകൾക്കൊക്കെ അധികം അഡ്വൈസ് പോവില്ല. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ പോലെയുള്ളൊരു അഡ്വൈസ് നിയമനമൊന്നും അതിൽ പ്രതീക്ഷിക്കേണ്ട. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന, ഡിഗ്രിയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് എക്സാം ആണ്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അതിന് സ്മാർട്ട് വർക്ക് ആണ് നമുക്ക് വേണ്ടത്. ഒരുപാട് സ്മാർട്ട് വർക്കോട് കൂടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കുന്നതിനല്ല, ഒരു സ്മാർട്ട് വർക്കോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷകൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി കേരള കോപ്പറേറ്റീവ് ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ ഡിഗ്രി, എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ വരുന്നതാണ് അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ, കേരള പോലീസിലേക്ക് ജനറൽ ഓപ്പൺ ആണ് വരുന്നത്, ഓപ്പൺ കാറ്റഗറി ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും നമുക്ക് ഇപ്പൊ നമ്മുടെ ഡിഗ്രിയുടെ പ്രിലിംസ് കഴിഞ്ഞേ ഉള്ളൂ, അതിന്റെ മെയിൻസ് വരുവാണ്. ഇപ്പൊ നടക്കാൻ പോകുന്ന SIയുടെ മെയിൻസ് നമുക്ക് ഓഗസ്റ്റ് മന്തിലോട് ഉണ്ടാകും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, അടുത്ത നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയറോട് കൂടിയിട്ട് നമുക്ക് എക്സാമും ഉണ്ടാകും. ഇനി LSC, നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്ന എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ആണ്, പഞ്ചായത്ത് സെക്രട്ടറി പോലുള്ള പോസ്റ്റ് ആണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, ഇനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ, ഇത് ഓൾറെഡി നമുക്ക് ജൂൺ 30, ഈ മാസം ജൂൺ 30-ാം തീയതി എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, PSC നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ PSC തീരുമാന യോഗത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഒഫീഷ്യലി ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഡിഗ്രി മതി. ഡിഗ്രിയോട് കൂടിയിട്ട്
നിങ്ങൾ ഡിഗ്രി ലെവലിൽ ഒരു സബ്ജക്ട് കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ഫയർ ആൻഡ് സ്റ്റേഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. ഇതിന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷൻ SHO വരുന്നില്ലേ, അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ, ഓഫീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഓഫീസർ എന്ന SHO പോലുള്ള ആ ഒരു പദവിയോട് സാമ്യമുള്ള ഒരു ജോലിയായിരിക്കും നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അത് ജൂൺ 30 എന്തായാലും നമുക്ക് റിലീസ് ചെയ്യും. ഇനി അടുത്തത് +2 ലെവൽ ഉദ്യോഗാർത്ഥികളുണ്ട്. നിങ്ങൾ +2 ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അപേക്ഷിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. CPOയുടെ പരീക്ഷ ഇപ്പം നമുക്ക് ജൂൺ 16 നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ എക്സാം ഉള്ളൂ, പ്രിലിംസ് മെയിൻസ് ഒന്നുമില്ല. ഈ പറയുന്നവരൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് എക്സാം ആണുള്ളത്. LDCക്ക് ഒരു മെയിൻ എക്സാം ഉണ്ടാവുള്ളൂ, LGSനും ഒരു മെയിൻസ് എക്സാം. അതുപോലെ തന്നെ +2 ലെവലിൽ നമുക്ക് ഒരൊറ്റ മെയിൻ എക്സാം ആണ് വരുന്നത്. 12th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഏകദേശം 31,000 ഇൻ ഹാൻഡ് മീൻസ് സ്റ്റാർട്ടിങ് ഇൻ ബേസ് പേ ഉള്ള ഒരു ജോലി തന്നെയാണ്. ഇനി അതേപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സിവിൽ എക്സൈസ് ഓഫീസർ ആയിട്ടും അടുത്ത നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. ഇൻ ഹാൻഡ് സ്റ്റാർട്ടിങ് 27,900 ആണ് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരം ഒക്കെ വരുന്നത്. ഇനി ഫയർ ആൻഡ് റെസ്ക്യൂ ഫയർമാനിലേക്കും നമുക്ക് 12th പാസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളെല്ലാം തന്നെ ഉടൻ നമുക്ക് PSC 2026 റിലീസ് ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും, അതുപോലെ എക്സാം വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും വരുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ നേരത്തെ കൂട്ടി തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ ഒരു ദിവസം കുറേശ്ശെ വെച്ചിട്ടാണെങ്കിൽ അതിന്റെ പാറ്റേൺ മനസ്സിലാക്കി സ്റ്റഡി പ്ലാൻ മനസ്സിലാക്കി കൃത്യമായിട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസത്തേക്ക് സിലബസ് ഡിവൈഡ് ചെയ്ത് അത് കുറേശ്ശെ പഠിച്ചു പോവുകയാണെങ്കിൽ നിസ്സാരമായിട്ട് വരുന്ന പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇതിനെല്ലാം കൂടിയിട്ട് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, SZB അക്കാഡമി മുദ്ര എന്ന് പറയുന്ന ഒരു കോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്നിനും ഡിഫറെന്റ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും നമ്മൾ തരുന്നത്, എല്ലാത്തിനും സെയിം അല്ല. നിങ്ങളിപ്പോൾ 10th LDC ആണ് നോക്കുന്നതെങ്കിൽ LDCക്ക് 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം 150 ദിവസത്തെ എക്സാമും ഒരു ദിവസം ക്ലാസ് കാണാം, അതിന്റെ എക്സാം, അങ്ങനെ 150 ഡേ ക്ലാസ്സും എക്സാമും തരുന്നുണ്ട്. വീക്ക്ലി എക്സാം തരുന്നുണ്ട്, മെഗാ മൊത്തം കൂടിയിട്ടുള്ള മന്ത്ലി എക്സാം നൽകുന്നുണ്ട്. അതുപോലെ ലൈവ് ക്ലാസ്സസ്, ലൈവിൽ കൂടുതലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനും PYQ ഡിസ്കഷനും ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ +2 ഡിഗ്രി എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതിയാകും. മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ നമ്മുടെ കറണ്ട് അഫയേഴ്സ്, ഈവനിങ് നമ്മൾ 4:30 PYQ സെഷനൊക്കെ നമ്മൾ ഡെയിലി റെഗുലർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസും ഒന്നും മിസ്സാക്കി പോകേണ്ട, എല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മെജോറിറ്റി ആളുകൾ ഇത് അറിയാതെ പോകുന്നതാണ്, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നില്ല, നമ്മളിതൊന്നും അറിയുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷനോടെ നമുക്ക് എന്തുണ്ട്, നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി നല്ല രീതിയിൽ എന്ത് ചെയ്യുക, തയ്യാറെടുപ്പ് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.